എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 20 ശ്ലോകം 46, 47, 48, 49. 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 20ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. മനോഹരമായ ശരൽക്കാല വർണ്ണന തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. ഗാവോ മൃഗാ ഖഗാനാര്യ പുഷ്പിണ്യ ശരദാ ഭവൻ അന്വീയമാനാസ്വവൃഷൈ ഫലൈ ഈശക്രിയാ ഇവ. ശരത്കാലത്തില് നല്ല സന്തോഷാണ് എല്ലാവർക്കും, പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും അങ്ങനെ തന്നെയാന്ന് പറയണത്. ശരത്കാലത്തില് സന്തോഷം അധികം ഉള്ളത് കൊണ്ട് പശുക്കള്, മാനുകള്, പക്ഷികള്, മനുഷ്യ സ്ത്രീകള് ഇവരെല്ലാം അവരവരുടെ ഭർത്താക്കന്മാരോട് ചേർന്ന് ഗർഭിണികളായിട്ട് ഭവിച്ചു. ഏതുപോലെ എന്നാൽ ഈശ്വരപ്രീതിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാനുഗ്രഹം നിമിത്തം പരമപുരുഷാർത്ഥം ജനിപ്പിക്കാൻ ശക്തിയുള്ളവയായി ഭവിക്കുന്നത് പോലെ മനോഹരമായ ഉപമ പറഞ്ഞിരിക്കുന്നു. സർവ പുരുഷാർത്ഥ പ്രാപ്തിക്കായി ഈശ്വരനെ തന്നെ സ്വകർമ്മങ്ങളാൽ ആരാധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഉദഹൃഷ്യൻ വാരിജാനി സൂര്യോത്ഥാനേ കുമുദ്വിനാ രാജ്ഞാതു നിർഭയാ ലോക യഥാദസ്യുൻ വിനാ നൃപ. ശുകബ്രഹ്മർഷി പറയണു, അല്ലയോ രാജാവേ, ശരൽക്കാലത്തില് താമര മുതലായ ജലകുസുമങ്ങള് സൂര്യോദയത്തിൽ അങ്ങനെ വികസിച്ചു. പക്ഷെ ആമ്പല് മാത്രം വികസിച്ചില്ല. ഏതുപോലെ എന്നാൽ നീതിന്യായം ശരിയായി പരിപാലിക്കുന്ന രാജാവ് രാജ്യത്തിലുള്ളപ്പോ ജനങ്ങള് ഭയരഹിതരായി സന്തോഷിക്കും. എന്നാൽ കള്ളന്മാരുടെ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ കിട്ടും എന്നുള്ള വിചാര നിമിത്തം അവര് മാത്രം സന്തോഷിക്കാത്തതുപോലെ കുൽസിതങ്ങളായ ചോരണാദി കാര്യങ്ങളിൽ വ്യാപൃതരായവര്, ഇത്രയും കള്ളന്മാര്, സൂര്യപ്രകാശ സമാനമായ നീതി നടത്തുന്ന നല്ല രാജാക്കന്മാരെ മാത്രമേ ഭയപ്പെടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പുരഗ്രാമേഷ്വാഗ്രയണേ ഇന്ദ്രിയൈശ്ച മഹോത്സവേ ബഭൗ ഭൂപക്വസസ്യാഢ്യ കലാഭ്യാം നിതരാം ഹരേ. ഉത്തരി മഹോത്സവം, ഉത്തരി ഉണ്ണ എന്ന മഹോത്സവത്തിന് അഗ്രയണം എന്ന പേര്. ഏമായിട്ട് ആഘോഷിക്കും ചില സ്ഥലത്തൊക്കെ ഈ പുത്തരി, നിറപുത്തരി എന്നൊക്കെ പറയും. ഈ ദിവസം വൈദികങ്ങളായ പലവിധ ഹോമകർമ്മങ്ങള് രാജധാനികളിലും മറ്റും നടക്കും. നാട്ടുമ്പുറങ്ങളിലും അതെ, ശരൽക്കാലത്തില് പലവിധ മഹോത്സവങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഉത്സവങ്ങള് ലൗകികന്മാരുടെ ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്നവയാകയാൽ ഇന്ദ്രിയ സംതൃപ്തി തന്നെ ആണ് ഇവയെ കൊണ്ടുള്ള ഫലം. ഇങ്ങനെ വൈദികങ്ങളും ലൗകികങ്ങളുമായ ഉത്സവങ്ങള് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ആഘോഷമായിരിക്കുന്നു. സസ്യങ്ങള് പാടങ്ങളിൽ എങ്ങനെ പഴുത്ത് കിടക്കുന്നു, അത് കാണുമ്പോൾ മനോഹരമായ കാഴ്ച അല്ലെ. നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ, പച്ചപ്പുല്ല് നിറഞ്ഞ അതും നല്ല ഭംഗിയാണ്. പക്ഷെ നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞ നിറത്തില് ഉള്ള നെല്ല് മാത്രമല്ല, മറ്റേ ചോളം, അതുപോലെയുള്ള കരിമ്പ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അതും നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ സ്ഥലത്തും. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശഭൂതന്മാരായ രാമകൃഷ്ണന്മാരെ കൊണ്ടും ഭൂമി അധികം ശോഭിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ടും രാമകൃഷ്ണന്മാര് ഭൂമിയിൽ ഇങ്ങനെ പല കളികളും കളിച്ച് അങ്ങനെ നടക്കണു അവരുടെ ക്രീഡകള്. ഭൂമിദേവിക്ക് ഏറ്റവും സന്തോഷം. അപ്പൊ ഭൂമിയും കൂടി അധികം ശോഭിച്ചു, ഈ രാമകൃഷ്ണന്മാരും കൂടി ആ സമയത്ത് ഭൂമിയിലുള്ളത് കൊണ്ട്. വണിങ്മുനി നൃപസ്നാദ നിർഗമ്യാർത്ഥാൻ പ്രവേദിരേ
വർഷരുദ്ധായഥാ സിദ്ധ സ്വപിണ്ഡാൻ കാല ആഗതേ. കച്ചവടക്കാര്, മഹർഷിമാര്, രാജാക്കന്മാര്, ബ്രഹ്മചാരികളൊക്കെ വർഷകാലത്തില് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കും. കച്ചവടക്കാർക്ക് കച്ചവടം ഒന്നും ചെയ്യാൻ പറ്റില്ല, തപസ്സുകൾക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, ഭയങ്കര മഴ. രാജാക്കന്മാർക്ക് ദിഗ്വിജയം പറ്റില്ല, ബ്രഹ്മചാരികൾക്ക് ആ ഭിക്ഷാടനം മുതലായിട്ടുള്ള പ്രവൃത്തികൾക്ക് പറ്റാതെ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. എവിടെയാന്ന് വെച്ചാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ അല്ലെ വർഷകാലത്ത്. പക്ഷേ ശരൽക്കാലം വന്നപ്പോൾ പുറത്തിറങ്ങി സഞ്ചരിച്ചും മറ്റും അവരവരുടെ ആവശ്യങ്ങൾ സാധിച്ചു. ഏതുപോലെ എന്നാൽ ഓരോവിധ സിദ്ധികൾ ആഗ്രഹിച്ചിരുന്ന യോഗികള് അവരവരുടെ പ്രാരബ്ധ അവസാനത്തില് ഭൗതിക ദേഹം വെടിഞ്ഞ ശേഷം സ്വർഗം മുതലായ പ്രാപ്യസ്ഥാനങ്ങള് പ്രാപിക്കുന്നത് പോലെ, പ്രാരബ്ധം അനുകൂലമല്ലാതിരിക്കുമ്പോ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് അത്ര വേഗം ഫലം കിട്ടില്ല. കാലം തെളിയുമ്പോ പ്രവൃത്തികളും സഫലങ്ങളായി വരും എന്ന് സാരം. ഇത് ശ്രീമൽ ഭാഗവതേ महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे प्रावट् शरद्वर्णना निरूपणं नाम विंशोऽध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द 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 गोविन्द. ഈ 20-ാമത്തെ അധ്യായം ആ രാമകൃഷ്ണന്മാരുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.